സഭാപ്രസംഗങ്ങളുടെ പുസ്തകത്തിൽ ഒരു വാക്യമുണ്ട്, ഞാൻ പറഞ്ഞു കേൾപ്പിക്കാം. ദൈവഭക്തൻ ഇവയെല്ലാറ്റിൽ നിന്നും ഒഴിഞ്ഞു പോരും. സഭാപ്രസംഗങ്ങളുടെ പുസ്തകം 7-ാം അധ്യായം 18-ാം വാക്യത്തിന് ഒടുവില ദൈവഭക്തൻ ദൈവഭക്തൻ ഇവയെല്ലാറ്റിൽ നിന്നും ഒഴിഞ്ഞു പോകും. ഒരു നല്ല ആമീൻ പറയണം. എനിക്കെന്തോ പരിശുദ്ധാത്മാവ് ഒരു ബോധ്യം തരിക. ജീസസ് വരുമെന്ന് പറഞ്ഞ അനർത്ഥത്തിൽ നിന്ന് ചിലരൊക്കെ ഒഴിഞ്ഞു പോരാൻ പോവാ. ബൈബിളിൽ ഓർക്കണം, സംഭവിപ്പാനുള്ള എല്ലാറ്റിൽ നിന്ന് ഒഴിഞ്ഞു പോകേണ്ടതിന് സദാകാലത്തും ഉണർന്നും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. ഒരിക്കല് ഒരു ചെറിയ ബ്യൂട്ടി പാർലർ നടത്തുന്ന ഒരു സാധുവായ മനുഷ്യൻ, മുടിവെട്ട പുള്ളിയുടെ ജോലി, പുള്ളിക്കാരൻ ക്രിസ്തുവിനെ രക്ഷകനായി അംഗീകരിച്ചു. ഒരു റോഡിന്റെ സൈഡിൽ, സ്തോത്രം, വളരെ താഴ്ചയിലാണ് ഒരു വീട് വെച്ചിരിക്കുന്നത്. ഒരു ചെറിയ വീടാണ്. ഒരു രാത്രി ആ മനുഷ്യൻ ഉറങ്ങുമ്പോൾ അദ്ദേഹത്തോട് ദൈവം പറഞ്ഞു, ഇന്ന് നീ കടയിൽ പോകുമ്പം ഇന്ന് നീ നിന്റെ സിസ്റ്റർ വീട്ടിൽ പോയി താമസിക്കണം. സ്തോത്രം. അപ്പൊ അവൻ പോകാൻ നേരത്ത് ഭാര്യയോട് പറഞ്ഞു, 5 മണിയാകുമ്പോൾ പിള്ളേരെയും കൂട്ടി നാളത്തേക്കുള്ള ഒരു ജോഡി ഡ്രസ്സും എടുത്തോണ്ട്, സ്തോത്രം, കടയിൽ വരണം. 8 മണിക്ക് കടയടച്ചിട്ട് സിസ്റ്റർ വീട്ടിൽ പോകാം. അങ്ങനെ കടയടച്ച് 8 മണിക്ക് ആ മനുഷ്യൻ സിസ്റ്റർ വീട്ടിൽ പോയി. പിറ്റേന്ന് രാവിലെ തന്നെ തിരക്കി ആളവിടെ വന്നപ്പോൾ ചോദിച്ചു, എന്തുവാന്ന് ചോദിച്ചവൻ പറഞ്ഞു, ഇന്നലെ രാത്രി റോഡേ കൂടെ പോയൊരു കണ്ടെയ്നർ, സ്തോത്രം, ഡ്രൈവറുടെ പരിധിയിൽ നിന്ന് വണ്ടി പോയിട്ട് നിന്റെ വീടിന്റെ മണ്ടയ്ക്ക് വീണ് ഇഷ്ടികയല്ലാതെ മറ്റൊന്നുമില്ല. അവിടെ മൊത്തം പൊടിഞ്ഞു പോയി, നീ തീർന്നു പോകേണ്ടതാ. അവൻ പറഞ്ഞു, ഇന്നലെ രാത്രി എന്നോട് ദൈവം പറഞ്ഞു, നീ സിസ്റ്റർ വീട്ടിൽ പോക്കോ, ചിലത് ഒഴിയാൻ പോവാ. ഓ ഹല്ലേലൂയ. ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് പറയാം, മിനിറ്റുകളുടെ വ്യത്യാസത്തില പല വിടുതലും നിനക്ക് ദൈവം തന്നെ. എത്ര പേര് ആമീൻ പറയും? എത്ര പേര് ആമീൻ പറയും? ആർത്ത് വിളിച്ച് ദൈവത്തിനോട് സ്തോത്രം ചെയ്യ. ഞാനൊരിക്കലൊരു രാജ്യത്ത് വചനം പറയാൻ പോയപ്പോൾ ഒരു ചെറുപ്പക്കാരനെ വണ്ടിയിൽ അവന്റെ വീട്ടിലോട്ട് കൊണ്ടുപോവാ. പോകുന്ന വഴിക്ക് അവന് നടന്നൊരു വിടുതൽ പറഞ്ഞു. അവന് ദൈവത്തിന് സ്തോത്രം, ഒരു സ്ട്രക്ചർ എഞ്ചിനീയറാ. അവിടെ ഒരു ബിൽഡിങ് പണിതുകൊണ്ടിരിക്കുക, 14 നില. അതിന്റെ 13ാമത്തെ നില കോൺക്രീറ്റ് കഴിഞ്ഞു നിൽക്കുക, ടെമ്പററി ലിഫ്റ്റാ. പുള്ളി ഭയങ്കര സ്ട്രിക്റ്റ് ആയതുകൊണ്ട് ജോലിക്കാർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാ. ഒരു ദിവസം പുള്ളി 13ാമത്തെ നിലന്ന് ലിഫ്റ്റ് കയറിയതും ലിഫ്റ്റ് പൊട്ടിയതല്ല, പൊട്ടിച്ചതാ. സ്തോത്രം. പുള്ളി പറഞ്ഞു, ഒരു 100 മൈൽ സ്പീഡിൽ വണ്ടി പോകുന്ന പോലെ ഒരു നിമിഷം ഭാര്യയും കുഞ്ഞുങ്ങളെ ഓർത്തുപോയി. അയ്യോ, താഴെ ചെന്ന് വീണാൽ ചെതറിപ്പോവും. പക്ഷെ 1ാമത്തെ നില 12 നിലയും ഈ ലിഫ്റ്റ് താഴെ പോയി. സ്തോത്രം. എങ്ങനോ ഈ ലിഫ്റ്റ് ഒന്ന് ആടി, ഈ ലിഫ്റ്റിനെ ഒരു കൊളുത്ത് 2 നിലയ്ക്ക് മുകളിൽ വെച്ച് സ്തോത്രം ആ കമ്പേൽ കൊരുത്തു. ഒന്ന് ഒലഞ്ഞ് ലിഫ്റ്റ് അവിടെ നിന്നു. എന്നിട്ട് അദ്ദേഹത്തെ മറ്റുള്ളവരുടെ സഹായത്തോടെ താഴെ ഇറക്കിയപ്പോൾ കമ്പനി കണ്ടുപിടിച്ചു ഇത് പൊട്ടിച്ചതാണ്. പൊട്ടിച്ചവനോട് ഈ പുള്ളി ചോദിച്ചൊരു ചോദ്യമുണ്ട്, നീ കെണി വെച്ചു, പക്ഷെ ഒഴിഞ്ഞു പോകാൻ ദൈവം എനിക്ക് കൃപ തന്നു. ഒരാമീൻ വരുന്നില്ല. ഞാൻ ഇന്നിവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയാം, നിന്നെ ഒതുക്കാൻ ചിലർ തീരുമാനിച്ചാലും ഒരു ഭക്തനാണോ നീ അതിനെ ഒഴിഞ്ഞു പോകും. വചനം മനസ്സിലായവർക്കായി സ്തോത്രം ചെയ്യുക. നിന്നെ തൊടാൻ വയ്യാത്തൊരു അദൃശ്യ ശക്തി, നീ ഒരു ഭക്തനാണെങ്കിൽ നിന്നെ ഒരുത്തർക്കും തൊടാൻ കഴിയാത്ത ഒരു അദൃശ്യ ശക്തി. സ്തോത്രം. തിരിച്ചറിഞ്ഞ് ദൈവത്തിന് നന്ദി പറ. തിരിച്ചറിഞ്ഞ് ദൈവത്തിന് നന്ദി പറ. ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൈവത്തിന്റെ ദൂത് പറയുക. ദൈവത്തിന് സ്തോത്രം. ആരൊക്കെ നിനക്ക് കെണി വെച്ചാലും ഭക്തൻ അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു പോരും. ഒരാമീൻ വരുന്നില്ല. ഞാനൊരു വെളിപ്പാട് കണ്ടുകൊണ്ടാ പറയുന്നേ. ചില ദിവസങ്ങൾ കുറിച്ചു വെച്ച്, ചില മാസങ്ങൾ കുറിച്ചു വെച്ച് നിന്നെ ഒതുക്കി കളയാൻ ചിലർ കെണി വെച്ചിട്ടുണ്ട്. പക്ഷെ ആത്മാവ് പ്രവചിക്കുന്നു, നീ അതിൽ നിന്ന് ഒഴിഞ്ഞു പോരും. ഞാനിവിടെ നിൽക്കുമ്പോൾ ഒരു ദൂത് കാണുക. എന്തൊക്കെയോ ഇതിൽ നിന്ന് നീ ഒഴിഞ്ഞു പോരാൻ പോവാ. നിന്നെ കുരുക്കാനാ പ്ലാൻ ഇട്ടേക്കുന്നേ. കാട്ടുപള്ളി വൃക്ഷത്തിൽ വരിഞ്ഞു കയറുന്ന പോലെ നിന്റെ നന്മയെ ചുറ്റിക്കിടക്കുന്ന ചില കെണികളെ നീ ഒഴിയാൻ പോവുക. ചിലരുടെ ഫൈനാൻഷ്യൽ മേഖലയിൽ വലിയ വിടുതൽ നടക്കുക. ചിലരുടെ ശാരീരിക ദൈവം എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു.
സ്തോത്രം ചെയ്യണേ ചെയ്തോ, സ്തോത്രം ചെയ്യണേ ചെയ്തോ. നിനക്ക് വരുമെന്ന് പറഞ്ഞ വിപത്ത് തിരിച്ചറിഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്യ്. ഞാനൊരിക്കൽ ബാംഗ്ലൂരിൽ സ്തോത്രം വചനപ്രസംഗം കഴിഞ്ഞ് തിരിച്ചു വരിക, ഹൊസൂർ കഴിഞ്ഞ് ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിക്കണം, മുന്നോട്ട് 4 വരി പാതയാ. ദൈവത്തിന് സ്തോത്രം, ശ്രദ്ധിക്കണം. റോഡ് ഭയങ്കര ടൈറ്റ് വണ്ടികളാണ്. അന്ന് വലിയ ഹൈവേ ഓപ്പൺ ആയിട്ടില്ല. സ്തോത്രം. വണ്ടികൾ എടുക്കുന്നത് തന്നെ 100 മൈൽ സ്പീഡിലാണ്. കാര്യം മുട്ടി വണ്ടി ഓടിക്കൊണ്ടിരിക്കുക. പെട്ടെന്ന് വണ്ടി ഓടിക്കുന്നവർക്കറിയാം, ഈ ട്രാക്ക് ബ്ലോക്ക് ആണെങ്കിൽ റൈറ്റ് ട്രാക്കിലോട്ട് കയറും. വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നപ്പം എൻ്റെ ദൈവത്തിന് സ്തോത്രം, എൻ്റെ ഞങ്ങളുടെ വണ്ടിയുടെ മുമ്പിൽ ദൈവത്തിന് ഒരു മാരുതി വാൻ പോവുക. ആ മാരുതി വാൻ നിറച്ച ആളാണ്. സ്തോത്രം. പെട്ടെന്ന് സ്തോത്രം, നമ്മുടെ വണ്ടി ഓടിക്കുന്ന പയ്യന് എന്തോ ഒരു ബോധമുണ്ടായിട്ട് അവൻ റൈറ്റ് ഇൻഡിക്കേറ്റർ റൈറ്റിലോട്ട് കയറി. വണ്ടി മുന്നോട്ട് പോവുക. ഞങ്ങൾക്ക് പാറലായിട്ട് ഈ മാരുതി വന്ന് നിൽക്കുക. അതിൻ്റെ മുമ്പിൽ ഒരു സ്കോർപ്പിയോ കിടക്കുക, അതിൻ്റെ പുറകിൽ ലോറി കിടക്കുക. വണ്ടികളെല്ലാം അതിവേഗം പായാൻ തുടങ്ങി. സിഗ്നൽ വീണു. മുമ്പോട്ട് പോയ സമയത്ത് പെട്ടെന്ന് ഫ്രണ്ടിൽ എന്തോ വണ്ടി ബ്രേക്ക് ഇടേണ്ടി വന്നു. ഞങ്ങളൊരു കാഴ്ച കണ്ടു. സ്തോത്രം. ഈ ബ്രേക്ക് ഇടുന്നതിനിടയിൽ ഈ മാരുതി വാൻ്റെ പുറകിൽ നിന്ന ലോറി ആ ഡ്രൈവർ കണ്ടില്ല മുമ്പിൽ വണ്ടി ചവിട്ടിയത്. ചുരുക്കി പറയാം, ഒരു സ്കോർപ്പിയോയ്ക്കും ജീസസ് ഈ ലോറിക്കും ഇടയിൽ 8 ജീവിതങ്ങൾ നിന്ന് മരിച്ചവിടെ. തൊട്ട് മുമ്പിൽ പോയി സ്കോർപ്പിയോ ഫ്രണ്ടിലിടിച്ചിട്ട് ഫ്രണ്ട് ബോണറ്റ് ഇളകി ഞങ്ങളുടെ വണ്ടിയുടെ മേളിൽ കൂടെ ഡൈവ് ചെയ്ത് പോവുക, വണ്ടിയെ തൊടാതെ. ദൈവത്തിന് സ്തോത്രം. വണ്ടി എടുത്തപ്പോൾ ഒരു 50,000 സ്തോത്രം ഒന്നിച്ച് ഞാൻ പറഞ്ഞു. എന്താ കാര്യം? ഒഴിഞ്ഞു പോയി ചിലത്. ഞാൻ ഇന്ന് വിളിക്കുന്ന ചിലരോട് ദൂത് പറയുക. അനുഭവം ഉള്ളവർക്കായി സ്തോത്രം ചെയ്യുക. എനിക്ക് അനുഭവപ്പെട്ടതൊക്കെയാണ് ഞാൻ പറയുന്നത്. ഇന്ന് ആരാധന തീരുന്നതിന് മുമ്പ് നിനക്ക് വെച്ച കെണി ഭക്തൻ അവയെല്ലാറ്റിൽ നിന്നും ഒഴിഞ്ഞു പോരും. ഇന്ന് വിളിക്കുന്ന ചിലരോടൊക്കെ ദൈവത്തിന്റെ ദൂത് പറയുക. ചിലതൊക്കെ ഒഴിഞ്ഞു പോകും. എത്ര പേർക്ക് അതിന് ആമീൻ പറയാൻ പറ്റും? ചിലതൊക്കെ ഒഴിഞ്ഞു പോകും. ഞങ്ങൾ ഒരിക്കൽ ഒമാനിൽ പ്രസംഗിക്കാൻ പോയപ്പം ദൈവത്തിന് സ്തോത്രം, ഒമാനിലെ ഒരു ചെറിയ സ്ഥലത്ത് ഞങ്ങൾ വചനം പറയാൻ പോയി. ദൈവത്തിന് സ്തോത്രം. ആ വചനം പറയാൻ പോയപ്പം ദുബായിലെ ഡാറ കപ്പൽ ദുരന്തത്തിൽ അകപ്പെട്ടു പോയ അൽക്കാമിൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഷാജി എന്ന് പറയുന്ന ഒരു പാസ്റ്റർ. അവിടെ ആ പാസ്റ്റർ അമ്മയെ ഞാൻ അവിടെ വെച്ച് കണ്ടു. ഞങ്ങൾക്ക് അമ്മ ചോറ് വിളമ്പി തന്നപ്പം അമ്മ പറഞ്ഞു, ഡാറ കപ്പൽ ദുരന്തം, കപ്പലിൽ യാത്ര ചെയ്യുമ്പോൾ കപ്പൽ തകർന്നു പോയി. സ്തോത്രം. മനുഷ്യരൊക്കെ കപ്പലിൽ നിന്ന് പൊഴിഞ്ഞു വീഴാൻ തുടങ്ങി. സ്തോത്രം. വീഴുന്നവരെയൊക്കെ സ്രാവും വലിയ വമ്പൻ മത്സ്യങ്ങൾ വന്ന് തിന്നുക. ഈ സ്ത്രീ പറഞ്ഞു, കൊടും ഐസ് മഞ്ഞിനകത്ത്, ഞങ്ങളോട് ഫേസ് ടു ഫേസ് പറഞ്ഞതാ, ആ ഐസിനകത്ത് സ്തോത്രം ഒരു പലക കഷ്ണത്തെ പുള്ളിക്കാരത്തി കിടക്കുക. പുള്ളിക്കാരത്തിയെ സ്രാവിങ്ങോട്ട് വന്ന് കാലിൻ്റെ തൊടയിലെ മാംസം അതുപോലെ കൊണ്ടുപോയി. സ്തോത്രം. കയ്യിലെ മാംസം കൊണ്ടുപോയി. ശരീരത്തിലെ പലയിടത്തെ മാംസങ്ങൾ വമ്പൻ സ്രാവുകൾ കടിച്ചെടുത്തു. ആ സമയത്തും ആ സ്ത്രീ സ്തോത്രം ആ പലക കിടന്നുകൊണ്ട് പറഞ്ഞു, രക്ഷിക്കണേ കർത്താവേ. പുള്ളിക്കാരത്തി പറഞ്ഞു, പറയാൻ വായിൽ വാക്കില്ല. ഒരു ദിവസം കഴിഞ്ഞപ്പം ഒരു മീൻപിടുത്തക്കാരുടെ ബോട്ട് ആ വഴി വന്നു. ഉള്ള ജീവൻ വെച്ച് കൈ ഇങ്ങനെ പൊക്കി കാണിച്ചപ്പം അവർ വന്ന് സ്ത്രീയെ എടുത്തു വള്ളത്തേലിട്ടു, കരയിലെത്തിച്ചു. ഞാനൊരു ദൂതൻ നിന്നോട് പറയാം, പലരും അതിൽ മരിച്ചു മൺമറഞ്ഞെങ്കിലും ആ ഭക്ത അതിൽ നിന്ന് ഒഴിഞ്ഞു പോന്നു. ഓ ജീസസ്, എനിക്കെന്തോ ദൈവാത്മാവ് ദൂത് പറയുക. നിന്നോടുള്ള ദൈവത്തിന്റെ ഫേവർ, ഓ യേശു, നിന്നോടുള്ള ദൈവത്തിന്റെ ദയ, നിന്നോടുള്ള ദൈവത്തിന്റെ കരുണ. നന്ദി കർത്താവേ. മനസ്സുകൊണ്ട് പറ, എല്ലാത്തിൽ നിന്നും ഞാൻ ഒഴിഞ്ഞു പോരുമെന്ന് പറ. ചിരിച്ചോണ്ട് പറ, എല്ലാറ്റിൽ നിന്നും. നീ ഈ ആയുസ് വരെ ജീവിച്ചിരുന്നത് നിന്റെ കഴിവല്ല, ദൈവത്തിന്റെ കൃപയാ. ദൈവത്തിന്റെ കൃപയാ. തിരിച്ചറിഞ്ഞു ദൈവത്തിന് സ്തോത്രം ചെയ്യ്. തിരിച്ചറിഞ്ഞു ദൈവത്തിന് സ്തോത്രം ചെയ്യ്. ഇന്ന് ആരാധന തീരുന്നതിന് മുമ്പ് നിനക്കെതിരെ വെച്ച കെണികൾക്കകത്തു നിന്ന് നീ ഒഴിഞ്ഞു പോരും. കെണി പൊട്ടി പക്ഷി വഴുതി പോരുന്ന പോലെ നിന്റെ പ്രാണൻ. എനിക്കിവിടെ കാണാം ചില ആഭിചാരത്തിന്റെ വലകൾ, മന്ത്രവാദത്തിന്റെ കെണികൾ, പൂജാശക്തിയുടെ കെണികൾ. ഓ യെസ്, നിങ്ങൾ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് ഇന്നിവിടെ ദൈവകൃപ വ്യാപരിക്കും? ദൈവകൃപ വ്യാപരിക്കും. നോക്കിക്കേ, എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് ഇന്ന് ചിലത് ഒഴിഞ്ഞു പോരും?